വാർത്തയിലേക്ക്. പന്നിയാർ മിനി പവർ ഹൗസിന്റെ ഭാഗമായ ചെക്ക് ഡാമിൽ മണ്ണും മണലും നിറഞ്ഞ് നികന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. 2018 പ്രളയത്തിൽ തകർന്ന പവർ ഹൗസിന്റെ പൂർണ്ണതോതിൽ വൈദ്യുതി ഉൽപാദനം പുനരാരംഭിക്കുവാനും കഴിഞ്ഞിട്ടില്ല. 35 മെഗാവാട്ടിന്റെ പദ്ധതിയിൽ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 5 മെഗാവാട്ട് മാത്രം. കാലവർഷം എത്തുന്നതിനു മുമ്പ് ചെക്ക് ഡാമിലെ മണലും ചെളിയും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട പൊതുപ്രവർത്തകരും രംഗത്തെത്തി. അന്നത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി നേരിട്ടെത്തി പന്നിയാർ മിനി പവർ ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രവർത്തനം ആരംഭിച്ചത്. 140 കോടി രൂപ മുടക്കിയാണ് 35 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന മിനി പവർ ഹൗസ് സ്ഥാപിച്ചത്. പന്നിയാർ പുഴയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പന്നിയാർ പവർ ഹൗസിന് സമീപം ചെക്ക് ഡാം കെട്ടി തടഞ്ഞു നിർത്തി മിനി പവർ ഹൗസിലെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം നടത്തിയിരുന്നത്. എന്നാൽ 2018 പ്രളയത്തിൽ കുത്തിയൊലിച്ചെത്തിയ വെള്ളപ്പാച്ചിലിൽ പവർ ഹൗസിൽ കേടുപാടുകൾ ഉണ്ടായതോടെ വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായി നിലച്ചു. പിന്നീട് 4 കോടി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ചെങ്കിലും 5 മെഗാവാട്ട് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പവർ ഹൗസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ആരംഭിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. നമ്മുടെ ഈ മേഖലയിലെ വൈദ്യുതി ഉൽപ്പാദനത്തിന് വളരെ പോരായ്മകളുണ്ട്. നമുക്കറിയാമല്ലോ, വൈദ്യുതിക്ക് വലിയ ചാർജ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നു. ഇതുപോലുള്ള സംവിധാനങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാതായിട്ട് എത്ര വർഷമായി. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയാണ്. സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ച പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യുതി പൂർണ്ണമായിട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കും. ഇതോടൊപ്പം 2018 പ്രളയത്തിൽ കുത്തിയൊഴുകിയെത്തിയ മണ്ണും ചെളിയും നിറഞ്ഞ ചെക്ക് ഡാം പൂർണ്ണമായി നികന്നു. ഇത് നീക്കം ചെയ്യാനും നടപടിയില്ല. ചെക്ക് ഡാമിലെ മണൽ ലേലം ചെയ്തു നൽകിയാൽ നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യത്തിൽ പ്രതിസന്ധി നേരിടുന്ന ലൈഫ് ഭവന പദ്ധതിക്കടക്കം ഗുണകരമാകുമെന്നും സർക്കാർ ഖജനാവിലേക്ക് കോടികളുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുമാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. ലക്ഷക്കണക്കിന് ലോഡ് മണല് ഈ മിനി ചെക്ക് ഡാം നിറഞ്ഞു കിടക്കുകയാണ്. ഇത് ലേലം ചെയ്തു കൊടുത്താൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർവാധികം ഭംഗിയായിട്ട് നടപ്പാക്കാൻ കഴിയും. സർക്കാരിലേക്കും പഞ്ചായത്തിലേക്കും വരുമാനമാകും. കൂടാതെ നമ്മുടെ നാട്ടിലെ ലൈഫ് PMAY ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നവർക്ക് 4 ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് വലിയ കൈത്താങ്ങാവും. മണൽ ലേലം ചെയ്യണമെന്നും പവർ ഹൗസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിലാക്കണമെന്നും ആവശ്യപ്പെട്ട പൊതുപ്രവർത്തകർ നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. സിറ്റി വിഷൻ, വെള്ളത്തൂവൽ.